കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. തലകുനിക്കാത്തതാണെന്റെ യൗവനം. കെ വി സുധാകരന്റെ ഒരു സമരനൂറ്റാണ്ട് എന്ന പുസ്തകത്തിലെ പ്രസാദനക്കുറിപ്പിൽ പറയുന്നത് പോലെ യുക്തിയുടെ ഭാരങ്ങൾ അഴിച്ചുവച്ച് വാരിക്കുന്തങ്ങളുമായി യന്ത്രത്തോക്കുകൾക്കെതിരെ കുതിച്ചവർക്കൊപ്പം അണിനിരന്ന അന്നു മുതൽ തുടങ്ങുന്നു കേരളം കണ്ട ഏറ്റവും ചലനാത്മകമായ VSന്റെ രാഷ്ട്രീയ ജീവിതം. വിജയമല്ല ഒരു പോരാളിയുടെ ലക്ഷ്യമെന്നും പോരാട്ടം മാത്രമാണ് എന്നും നന്നായി തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു VS. ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും പറയാൻ VSന് മടിയുണ്ടായിരുന്നില്ല. നിലപാടുകളുടെ ധീരതയുടെ പേരുകൂടിയായിരുന്നു VS. പ്രധാനമന്ത്രി പ്രകടിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അത്രയേറെയൊന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. ഇത് കേരളമാണ്. 2006 മനോരമ ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് VS അച്യുതാനന്ദനായിരുന്നു. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് VS നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞാനും എൻ്റെ പ്രസ്ഥാനവും ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മാധ്യമമാണ് മനോരമ ന്യൂസിൻ്റെ ഉടമസ്ഥരായ മലയാള മനോരമ. വയൽ നികത്തലിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ പോലും വെട്ടിനിരത്തൽ സമരമെന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും നിരന്തരം അധിക്ഷേപിച്ചു. വർഗപരമായ നിലപാടുകളിൽ ഞങ്ങൾ ഇരുധ്രുവങ്ങളിലാണ്. 2006 സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് VS ഈ അവാർഡ് സ്വീകരിച്ചത്. മലയാള മനോരമയുടെ ഉടമസ്ഥർ അവാർഡ് നൽകി ബഹുമാനിച്ചു എന്നതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വർത്തമാനം പറയാൻ VS കൂട്ടാക്കിയില്ല. ആ പത്രത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളെ അവരുടെ വേദിയിൽ വെച്ച് തന്നെ തുറന്നുകാട്ടാൻ അദ്ദേഹത്തിന് ഒരു വൈക്ലഭ്യവും തോന്നിയതുമില്ല. VSൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ധീരത വെളിവാക്കുന്നതാണ്. ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഏതു പൊന്നു തമ്പുരാൻ്റെയും മുഖത്തു നോക്കി പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആരുടെയും മുഖം കറുപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യാമെന്നോ എന്തെങ്കിലുമൊക്കെ നേടാമെന്നോ ഉള്ള വ്യാമോഹങ്ങൾ ഒരിക്കലും VSനെ ഭരിച്ചിരുന്നില്ല. മയപ്പെടുത്തി പറഞ്ഞ് അലോസരം ഒഴിവാക്കാനുള്ള ശരാശരി മലയാളിയുടെ വിനയവും അദ്ദേഹത്തെ തൊട്ടു തീണ്ടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന മലയാള മനോരമയുടെ വേദിയിൽ വെച്ച് തന്നെ അവരുടെ സമീപനത്തോടുള്ള സന്ധിയില്ലാത്ത എതിർപ്പിൻ്റെ ശബ്ദം മുഴക്കിയത് അതുകൊണ്ടാണ്. സത്യവും നീതിയും അല്ലെന്ന് തോന്നുന്ന എന്തിനോടും കലഹിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും VSന് കുട്ടിക്കാലം മുതൽക്കേ ഉള്ളതാണ്. സമാനതകളില്ലാത്ത സമരാനുഭവത്തിന്റെ കടലായിരുന്നു VS. തീഷ്ണ അനുഭവങ്ങളുടെയും ത്യാഗത്തിൻ്റെയും കരുത്ത്. ചില പോലീസുകാർ ചേർന്ന് VSനെ പൊക്കിയെടുത്ത് കാലുകൾ രണ്ടും ജനാലയുടെ അഴികൾക്കിടയിലൂടെ പുറത്തേക്കിട്ടു. എന്നിട്ട് കണങ്കാലുകൾ ജനാല അഴികളോട് ചേർത്ത് കെട്ടിവെച്ചു. പിന്നെ കെട്ടിയ പോലീസുകാർ തന്നെ വിചാരിച്ചെങ്കിലേ കാൽപാദങ്ങൾ സ്വതന്ത്രമാക്കാൻ കഴിയൂ. പിൽക്കാലത്തുണ്ടായ സിനിമാ രംഗങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന മട്ടിൽ 2 പോലീസുകാർ ലാത്തി കൊണ്ട് കാൽവെള്ളയിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. EMS അടക്കമുള്ള നേതാക്കൾ എവിടെയാണെന്ന് പറയണമെന്നതായിരുന്നു പോലീസിൻ്റെ ആവശ്യം. പക്ഷേ പോലീസിൻ്റെ ചോദ്യത്തിന് ഒരു മറുപടിയും നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതുമൂലം അടിയുടെ കാഠിന്യം പിന്നെയും കൂടി. ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവമാം എന്ന കവിവാക്യം ഓർമ്മിപ്പിക്കുന്ന മട്ടിലായിരുന്നു VSൻ്റെ സ്ഥിതി. ഇത് കണ്ട് ദേഷ്യം സഹിക്കാതെയായ ഒരു പോലീസുകാരൻ തോക്കിൻ്റെ ബയണറ്റ് കൊണ്ട് VSൻ്റെ വലത് കാലിൽ കുത്തി. കാൽവെള്ളയിൽ ബയണറ്റ് കുത്തി ഇറക്കുമ്പോൾ ഒരു നിമിഷം ഒന്നലറി. പിന്നെ അവിടെ രക്തക്കളമായി. ഇതിനകം തന്നെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസിന് വെപ്രാളമായി. അനക്കമില്ലാതെ അച്യുതാനന്ദൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ശ്വാസം പോലും നിലച്ച മട്ടായിരുന്നു. ആൾ മരിച്ചു എന്ന് തന്നെ പോലീസ് വിചാരിച്ചു. എങ്ങനെയും ഇരുചെവി അറിയാതെ ആളെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവു ചെയ്യണം. ഒളിവിലായിരുന്ന അച്യുതാനന്ദനെ പോലീസ് പിടിച്ചതിന് തെളിവോ രേഖയോ ഒന്നുമില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ആരും കാണാതെ ജഡം മറവു ചെയ്താൽ തങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പോലീസിനറിയാമായിരുന്നു. കാലിലെ കെട്ടഴിച്ച് ജഡം പൊക്കിയെടുത്തു. സഹായത്തിന് ലോക്കപ്പിലുണ്ടായിരുന്ന കള്ളൻ കോലപ്പനെയും കൂട്ടി ജഡം ഒടിച്ചു മടങ്ങിയെന്ന വണ്ണം ജീപ്പിൻ്റെ സീറ്റിന് താഴെ കിടത്തി. ഉടുത്തിരുന്ന മുണ്ടഴിച്ച് കാൽവെള്ളയിൽ കെട്ടി കുറ്റിക്കാട്ടെ
കുറ്റിക്കാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഈ യാത്രക്കിടയിൽ കള്ളൻ കോലപ്പനാണ് VSന് ശ്വാസമുണ്ടെന്നും മരിച്ചിട്ടില്ലെന്നും ആദ്യം മനസ്സിലാക്കുന്നത്. ഇക്കാര്യം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ജീപ്പ് നേരെ പാലാ ആശുപത്രിയിലെത്തിച്ചു. തടവുകാരായ കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം ജയിലിലെ സാന്നിധ്യം മനസ്സിലാക്കി. അങ്ങനെയിരിക്കെയാണ് പിറ്റേ വർഷത്തെ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വാർഷിക വാരാചരണം എത്തുന്നത്. എല്ലാവരും ചേർന്ന് പുന്നപ്ര വയലാർ വാർഷിക നാളിൽ ജയിലിൽ കൊടിയുയർത്തണമെന്ന് തീരുമാനിച്ചു. അത് ചുവപ്പ് കൊടി ആയിരിക്കണമെന്നും ധാരണയുണ്ടായി. അയ്യപ്പൻ്റെയും കൂട്ടരുടെയും മോഹം അതിമോഹമായിരുന്നു. ചുവപ്പ് കൊടി പോയിട്ട് കൊടി ഉയർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ തടവുകാരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമായിരുന്നു. കൊടിക്കാണെങ്കിൽ ചുവപ്പ് തുണി എവിടെ നിന്ന് സംഘടിപ്പിക്കും എന്ന പ്രശ്നവും ഉണ്ടായിരുന്നു. എങ്ങനെയോ ഒരു തുണിക്കഷ്ണം തരപ്പെടുത്തി ചുവപ്പ് ചായം മുക്കി കൊടി തയ്യാറാക്കി. ജയിലിലെ കൊടിമരത്തിൽ അത് ഉയർത്തി. ഇൻക്വിലാബ് സിന്ദാബാദ്, പുന്നപ്ര വയലാർ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു അയ്യപ്പൻ കൊടി ഉയർത്തിയത്. ജയിലിലെ നിശബ്ദതയെ ഭേദിച്ച് അയ്യപ്പൻ്റെ ഇൻക്വിലാബ് വിളികൾ മുഴങ്ങിയതോടെ ജയിലധികൃതർ പരിഭ്രാന്തരായി. അവർ ഓടിയെത്തി അയ്യപ്പനെ പൊതിരെ തല്ലി. മർദ്ദനത്തിനൊടുവിൽ അയ്യപ്പൻ രക്തസാക്ഷിയായി. അന്ന് ജയിലിലൊപ്പമുണ്ടായിരുന്ന സമരസേനാനി KV തങ്കപ്പൻ്റെ മടിയിൽ കിടന്നാണ് അയ്യപ്പൻ അന്ത്യശ്വാസം വലിച്ചത്. ഒരിറ്റ് വെള്ളം കൊടുക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂവെന്ന് VS പിന്നീട് പറയുകയുണ്ടായി. 15 പ്രാവശ്യം ഏറ്റവും നിഷ്ഠുരമായിട്ട് അടിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന് ദേഷ്യം തോന്നി. അയാളുടെ തോക്കിൽ ബയനറ്റ് ഫിറ്റ് ചെയ്തിട്ട് കൂർത്തിരിക്കുന്ന ആ ബയനറ്റിൻ്റെ ഭാഗം കൊണ്ട് കാല് വെള്ളക്കി. നല്ല സൗകര്യമാണല്ലോ, കട്ടി ഇട്ടിരിക്കുന്നില്ല പുറത്ത്. അങ്ങനെ കൂത്തി. പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലെ ചേറിലേക്ക് VS കാലുവയ്ക്കുമ്പോൾ 20 പ്രായം. ആ മണ്ണിൽ ചവിട്ടിക്കുഴച്ച് പരുവപ്പെടുത്തിയ രാഷ്ട്രീയ അനുഭവമാണ് VS എന്ന 2 അക്ഷരങ്ങളുടെ തിളക്കം. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ സ്വത്താണ്. അഥവാ VS എന്ന്, അതായത് വെന്തലത്തറ അച്യുതാനന്ദൻ, ശങ്കരൻ അച്യുതാനന്ദൻ എന്നായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിന്നീടാണ് അദ്ദേഹം വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ അച്യുതാനന്ദനാകുന്നത്. പിന്നീട് VS അച്യുതാനന്ദനായി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു സാങ്കത്യം കൊണ്ടും പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിബദ്ധത കൊണ്ടുമാണ് അദ്ദേഹത്തെ ജനങ്ങൾ VS എന്ന 2 അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ VSനെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സ്വാഭാവികമായും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് നൽകിയ ബോധ്യങ്ങളും അദ്ദേഹത്തിന് നൽകിയ നിലപാടുകളും അനുസരിച്ച് അദ്ദേഹം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ, രാഷ്ട്രീയ പ്രശ്നങ്ങളാകട്ടെ, സാമൂഹ്യ പ്രശ്നങ്ങളാകട്ടെ, സാംസ്കാരിക പ്രശ്നങ്ങളാകട്ടെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ VSനെ CPIMൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ നോക്കിക്കാണാനാണ് മറ്റു പലരും ശ്രമിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യഥാർത്ഥത്തിൽ CPIM എന്താണ്, VS എന്താണ്, VSും CPIMും തമ്മിലുള്ള ഒരു ബലതന്ത്രം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് CPIMൻ്റെ തന്നെ പല പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രന്ഥം ഞാൻ എഴുതാൻ തയ്യാറായത്. അപ്പോൾ അതുകൊണ്ട് VS രൂപപ്പെട്ട് വന്നതിന് അദ്ദേഹം ജനിച്ച് വളർന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ പൊരുതാനുള്ള കരുത്ത് അദ്ദേഹത്തിന് നൽകിയത് തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യം കണ്ടുമുട്ടിയ സഖാവ് P കൃഷ്ണപിള്ളയും തുടർന്നുണ്ടായ നേതാക്കളും നൽകിയ ധൈര്യവും ഊർജവുമാണ് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ബോധ്യമായിട്ടുള്ള കാര്യം. ദുരിതബാല്യവും ദുരന്തങ്ങളും പിന്നിട്ട ജീവിതം, തീഷ്ണകാലം തീർത്ത അനുഭവ പരിസരം VSന്റെ മനസ്സിനെയും പരുവപ്പെടുത്തി. 4 വയസ്സുകാരൻ അച്യുതൻ കളിച്ചുല്ലസിച്ച് നടക്കുമ്പോഴായിരുന്നു അമ്മയ്ക്ക് ദീനം പിടിപെട്ടത്. വസൂരി രോഗത്തിൻ്റെ വരുംവരായികളെക്കുറിച്ചൊന്നും അറിയാൻ കഴിയുന്ന പ്രായത്തിലായിരുന്നില്ല ബാലനായ അച്യുതൻ. പക്ഷേ അമ്മയ്ക്കും അച്ഛനും അറിയാമായിരുന്നു അച്യുതൻ പാതി അനാഥനാകാൻ പോവുകയാണെന്ന്. താൻ മാത്രമല്ല, അച്യുതനും വളരെ മുമ്പേ പിറന്ന ഗംഗാധരനെയും അച്യുതന് ശേഷം ജനിച്ച സഹോദരങ്ങളായ പുരുഷോത്തമനെയും ആഴിക്കുട്ടിയെയും കാത്തിരിക്കുന്നത് ഈ പാതി അനാഥത്വത്തിൻ്റെ ഇരുമൂടിയ വഴികളാണെന്ന് ശങ്കരൻ മനസ്സിലാക്കി. അമ്മയുടെ കൂടി ആഗ്രഹപ്രകാരം ശങ്കരൻ മക്കളെ തോട്ടുവക്കിലെ ഓലപ്പുരയുടെ
50 വാര അകലെ കൊണ്ടുപോയി അമ്മയെ ചൂണ്ടിക്കാണിച്ചു. വസൂരി രോഗത്തിന് തിണർപ്പുകളിൽ വ്രണങ്ങൾ കൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ വികൃതമായി വേദന കൊണ്ട് പുളയുകയായിരുന്നു അക്കമ്മ. ഓലപ്പുരയുടെ പാളി തെല്ലൊന്ന് അകത്തി മാറ്റി അക്കമ്മ മക്കളെ ഒന്ന് നോക്കി. അച്യുതനേക്കാൾ 9 വയസ്സ് കൂടുതലുണ്ടായിരുന്ന ഗംഗാധരന് കാര്യങ്ങൾ മനസ്സിലായി. കണ്ണീരടക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അച്യുതനും താഴെയുള്ള കുട്ടികൾക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ പിറ്റേ ദിവസം അക്കമ്മ വസൂരി രോഗത്തിന് കീഴ്പ്പെട്ട് യാത്രയായി. ഒരു ദുഃഖകരമായ കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുത്ത അറിവുകൊണ്ട് VS മറികടന്നു. പ്രായം പോലും VSനെ തളർത്തിയില്ല. അദ്ദേഹം ഈ 2002 മതികെട്ടാൻ ചോലവനങ്ങൾ കയറാൻ പോയി. അപ്പോൾ അന്ന് പോയ ആ സംഘത്തിൽ അന്ന് ഞാൻ ദേശാഭിമാനിയുടെ കോട്ടയം ജില്ലയിലെ ലേഖകനായിട്ട് ജോലി ചെയ്യുകയാണ്. അന്ന് പോയ പത്രക്കാരുടെ സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്നൊരു 3 മണിക്കാണ് VS മതികെട്ടാനിൽ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ തന്നെ പത്രക്കാർ എല്ലാവരും അവിടെ പോയി. അന്ന് ഇത്രയേറെ ചാനലുകളൊന്നും അന്ന് വന്നിട്ടില്ല. കൂടുതലും അച്ചടി മാധ്യമത്തിൽപ്പെട്ട പത്രപ്രവർത്തകരായിരുന്നു. ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ശാന്തൻപാറയിൽ നിന്ന് പൂപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 11 കിലോമീറ്റർ കീഴ്ക്കാൻ തൂക്കായ പാതയാണ്. അത് ഉരുളൻ കല്ല് നിറഞ്ഞ പാതയാണ്. ആ പാതയിൽ ഈ ഫ്രണ്ട് ഗിയറുള്ള ജീപ്പ് മാത്രമേ പോവുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉച്ചയോടുകൂടി അവിടെ ചെന്നു. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അവിടുന്ന് ആദിവാസികളൊക്കെ ചിലർ ഈ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മും വില്ലുമായിട്ടൊക്കെ പത്രക്കാരുടെ നേരെയൊക്കെ വന്ന അനുഭവമൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാ പത്രക്കാരും പറഞ്ഞു VS ഇനി ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ തന്നെ ചെറുപ്പക്കാരായ പത്രക്കാർ തന്നെ ഈ 11 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 2 മണിക്കൂറോളം വേണമെന്നുള്ളതാണ് ജീപ്പിൽ. എന്നുവെച്ചാൽ അത്രയ്ക്ക് ദുർഘടം പിടിച്ച പാതയാണ്. വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ ഒരു ജീപ്പിൽ, അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ ഒരു ജീപ്പിൽ VSന് തന്നെ വളരെ അടുപ്പമുള്ള അന്ന് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നൊരു OG മദനൻ എന്ന് പറയുന്ന ഒരു പാർട്ടി നേതാവുണ്ട്. അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീപ്പിലാണ് VS വന്നത്. അവിടെ വന്നിറങ്ങി ഇതെല്ലാം കാണുകയൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ പിന്നെ മൂന്നാറിൽ പോകുന്നു, പൂയംകുട്ടിയിൽ പോകുന്നു, മുല്ലപ്പെരിയാറിൽ പോകുന്നു. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നേരിടേണ്ടി വരുന്ന ദുർഘടങ്ങളെക്കുറിച്ചോ പ്രതിസന്ധികളെക്കുറിച്ചോ ഒന്നും ഒരു വിഷയമല്ല. അതിന് അങ്ങനെ അസാധാരണമായ ഇച്ഛാശക്തി അതൊരു ഒരു നേതാവിൻ്റെ വലിയൊരു കാര്യമാണ്. ഒരു കാര്യത്തും അദ്ദേഹം പതറുന്ന ഒരു പ്രശ്നമില്ല. ഒരു ഉദാഹരണം കൂടി, അദ്ദേഹത്തിൻ്റെ ഈ പുരാണത്തിലൊക്കെ പറയുമല്ലോ, സ്ഥിതപ്രജ്ഞനായിരിക്കുക, വിജയത്തിലും പരാജയത്തിലും ഒന്നും അങ്ങനെ ആഘോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതെ സ്ഥിതപ്രജ്ഞനായിരിക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ 96 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം മാരാരിക്കുളത്ത് മത്സരിച്ച് തോറ്റത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മാരാരിക്കുളം പോലെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ സ്വാധീനമുള്ളൊരു സ്ഥലത്ത് തോക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം തോറ്റത്. അപ്പോൾ അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊന്നും വന്നിരുന്നില്ല. ഈ അച്ചടിച്ച കടലാസിൽ വോട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വോട്ട് എണ്ണി തീരാനായിട്ട് ഒരു 3-4 മണിവരെ വെളുപ്പിന് സമയമെടുത്തു. പക്ഷേ ഒരു രാത്രി വോട്ടെണ്ണൽ നടക്കുമ്പോൾ ആലപ്പുഴയിലെ ലിയോ 13 സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു വോട്ടെണ്ണൽ. ഒരു പാതിരാത്രി 12 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം VS തോക്കാൻ പോവുകയാണെന്നൊരു സൂചന തോന്നി. ഇതിൻ്റെ ഒരു ട്രെൻഡ് കണ്ടപ്പോൾ VSും കൗണ്ടിങ് സെൻറ്ററിലുണ്ട്. അങ്ങനെ തോറ്റേക്കുമെന്ന് തോന്നലുണ്ടായിട്ടും അദ്ദേഹം അവിടെ നിന്ന് കൗണ്ടിങ് സ്റ്റേഷൻ വിട്ടില്ല. അവസാനം ഈ വോട്ടെണ്ണി ഇത് ഫലപ്രഖ്യാപനം നടത്തുന്നവരെ അവിടെ ഈ പാർട്ടി സഖാക്കൾക്കും നേതാക്കൾക്കും ഒപ്പം ഇരുന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഇത് വലിയൊരു അത്ഭുതമായിരുന്നു VS അവിടെ തോക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിരാവിലെ തന്നെ പത്രക്കാരെല്ലാവരും കൂടി പുന്നപ്പുറയിലെ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് പോയി. VS അങ്ങോട്ട് പോയി. 6 മണിക്ക് നേരം പരമ്പരാവളത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ VS കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് വളരെ ഉള്ളിലൊരു പക്ഷേ വേദന ഉണ്ടാകാം,
സങ്കടം ഉണ്ടാകാം. പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അദ്ദേഹം വന്നു, പത്രക്കാർ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം 2-3 വാക്കേ പറഞ്ഞുള്ളൂ. ഇലക്ഷനിൽ തോറ്റു, തോൽവിയും ജയവും ഇലക്ഷനിൽ സംഭവിക്കുന്നതാണ്. ഞാൻ തോക്കുമെന്ന് കരുതിയിരുന്നില്ല, പക്ഷേ തോറ്റു. അതെങ്ങനെ തോറ്റു, എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യമൊക്കെ എൻ്റെ പാർട്ടി പരിശോധിക്കും, ഇത്രേ പറഞ്ഞുള്ളൂ. വേറെ യാതൊരു പ്രസ്താവനയും നടത്തിയില്ല. അപ്പോൾ ആ തോൽവിയെ വളരെ ധീരതയോട് കാണുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നെ വളരെ കുറച്ച് മാത്രം പറയുന്ന ആളായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ കുറിക്കുകൊള്ളുന്ന തരത്തിൽ ആരുടെ മുന്നിലും പറയാൻ കഴിയുന്ന ഒരു ധീരത അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു. അതെക്കാലവും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, അദ്ദേഹം 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ആളായിരുന്നു. പക്ഷേ ആ സമയത്തും അദ്ദേഹം ധാരാളമായി വായിക്കുമായിരുന്നു മറ്റ് ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ആലപ്പുഴക്കാരെയൊക്കെ വല്ലാതെ ഒരു പ്രത്യേകിച്ച് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വലിയ തോതിൽ സ്വാധീനിച്ച കൃതികളായിരുന്നു തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികൾ, പി കേശവദേവൻ്റെ കൃതികൾ, പൊൻകുന്നം വർക്കിയുടെ കൃതികൾ. കാരണം അവരൊക്കെ അന്ന് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നവരാണ്. അവരെല്ലാവരും സാധാരണ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും ആ ജീവിതം പ്രമേയമാക്കി ധാരാളം കൃതികൾ എഴുതുകയും ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. ആ ഒരു വായനാശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശങ്കരൻ അന്ന് അവിടുത്തെ SNDP യോഗത്തിൻ്റെ ഒരു ശക്തനായ പ്രവർത്തകൻ കൂടിയായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ SNDP യോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ശ്രീനാരായണ ആദർശങ്ങൾ പലതും വീട്ടിൽ സംസാരിക്കുകയും അങ്ങനെ അന്നൊക്കെ അദ്ദേഹം VS വളരെ ചെറുപ്പമാണ്, എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു സാഹചര്യം അതുണ്ടായിരുന്നു. പിന്നീട് ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് പോയപ്പോഴും ഈ വായന തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹം, എനിക്കറിയാവുന്നൊരു കാര്യം, 90 വയസ്സായതിനു ശേഷവും അദ്ദേഹം കുമാരനാശാൻ്റെ സമ്പൂർണ്ണ കൃതികൾ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് വായിക്കുന്നത് ഞാൻ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു ഘട്ടത്തിലാണ് MP വീരേന്ദ്രകുമാറിൻ്റെ നല്ല ഹൈമവത ഭൂവിൽ എന്ന് പറയുന്ന ഹിമാലയൻ യാത്രാവിവരണം, അതും VS വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ബൃഹത് ഗ്രന്ഥമാണ്, പക്ഷേ അതൊന്നും പൂർണ്ണമായി അദ്ദേഹം വായിച്ചു കാണുകയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ അത്തരം വായനയിൽ വലിയ ഒരു ആവേശം അദ്ദേഹത്തിന് അവസാന കാലം വരെ ഉണ്ടായിരുന്നു. വായനയിൽ മാത്രമല്ല, പഠിത്തത്തിലും. നമുക്ക് അത്ഭുതം തോന്നുന്നത് 90 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹം ഹിന്ദി പഠിക്കാൻ തീരുമാനിക്കുന്നത്. അവിടെ കൻ്റോൺമെൻറ്റ് ഹൗസിൽ കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹിന്ദി പ്രൊഫസർ വന്ന് അദ്ദേഹത്തെ ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു. നമുക്കത് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്, ഈ 90-ാം വയസ്സിൽ ഒരാൾ ഹിന്ദി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തിനും ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അക്ഷരങ്ങളിൽ ഒതുങ്ങാത്ത പഠനത്തിന്റെ മഹാപുസ്തകമാണ് VS. നിലയ്ക്കാത്ത പോരാട്ടത്തിന്റെ രക്തതാരകം, കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ ഒരു സമര നൂറ്റാണ്ട്, തിര ഒടുങ്ങാത്ത കടൽ പോലെ VS. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനും ആശ്രയ് S വാര്യർക്കുമൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.